ഇഷ്ടപ്പെട്ട പുരുഷനായിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ അത് നമ്മളിൽ നിന്നും അകന്നു പോയിട്ടുണ്ടെങ്കിൽ അവരെ വരുത്താനും ദിവസം പ്രതി അവർ തെറ്റിപ്പിരിഞ്ഞ് നിൽക്കുന്ന ആൾക്കാരെ പൂർണ്ണമായും നമ്മളിലേക്ക് ആകർഷിക്കാനും നമ്മളെ പറയുന്നത് കേട്ട് നിൽക്കേണ്ട രൂപത്തിലേക്ക് ആക്കാനും പൊതുജനങ്ങളെ നമ്മളിലേക്ക് ആകർഷിക്കാനും പറ്റുന്ന ഒരു ഒറ്റമൂലി ഔഷധ പ്രയോഗം കൈവശക്കൂട്ടുമാണ് പറയുന്നത്. സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. എല്ലാവർക്കും നമസ്കാരം. പ്രസാദ് വൈദ്യർ കരിന്ദ്ര മാന്ത്രിക വൈദ്യമഠം കാർത്തിക ആയുർവേദിക് സഞ്ഞൂർ നമ്പിശമ്പടി. നമ്മള് വേണ്ടപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത് തന്നെ നമുക്ക് പ്രണയിക്കുന്നവരാവാം, ഭാര്യയാവാം, ഭർത്താവാം, അല്ലെങ്കിൽ നമ്മൾ കാമുകനാവാം, കാമുകിയാവാം, അങ്ങനെ ആരും ആവട്ടെ. പക്ഷെ അവരൊക്കെ നമ്മളിൽ നിന്നും അകന്നു പോയി കഴിഞ്ഞാൽ അവർ നമ്മളിലേക്ക് തിരിച്ചു വരേണ്ടത് നമുക്കൊരു ആവശ്യമായി വരുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം ഭാര്യയും ഭർത്താവൊക്കെ ആണെങ്കിൽ നിർബന്ധമായിട്ടും വരുത്തണം. കാമുകനും കാമുകയ്ക്കാണെങ്കിൽ മാനസികമായിട്ട് നമുക്ക് അവരെ വെറുക്കാനോ മറക്കാനോ പറ്റാത്ത തരത്തിലാവുമ്പോൾ അവർ നമുക്ക് ജീവിതത്തിൽ നിലനിർത്തി കഴിഞ്ഞാൽ സന്തോഷവും സമാധാനമൊക്കെ ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് തന്നെ അവരെ നമുക്ക് ജീവിതത്തിൽ ചേർത്ത് പിടിക്കാനും അവർ തെറ്റിപ്പോവാതിരിക്കാനും തെറ്റിപ്പോയെങ്കിൽ അവർ വരാനും വേണ്ടിയിട്ടാണ് ഈ പറയുന്ന പ്രയോഗം. ഇത് ചെയ്തു കഴിഞ്ഞാൽ കുടുംബജനം, ബന്ധുജനം, ലോകം മുഴുവൻ നമുക്ക് അധീനപ്പെട്ട് നിൽക്കുക അല്ലെങ്കിൽ ആകർഷണമായിട്ട് വരിക എന്നും കൂടി ഇതിനുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു വശ്യതിലകമാണ്. ഒരു വശ്യതിലകം ഉണ്ടാക്കുന്നത് ഔഷധ ചേരുവകളെ വെച്ചിട്ടാണ്. ഈ ഔഷധ ചേരുവകൾ നമുക്ക് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിന് മറ്റ് സൈഡ് എഫക്റ്റ് ഇല്ലാതെ നമ്മളിലേക്ക് ആകർഷണമായി വരും എന്നുള്ളതാണ്. ഈ മറ്റ് സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ കൈവശക്കൂട്ട് എന്ന് പറഞ്ഞാൽ തന്നെ നഖം, മുടി, അതുപോലെ തന്നെ കുറച്ച് പൈശാചികപരമായ പീരീഡ് ആയിട്ടുള്ള രക്തക്കറകൾ, അതുപോലെ അകില്, ഗോരോചനം, പൂവാങ്കൂർനില മുതലായിട്ടുള്ള ഒരുപാട് സമുത്തുക്കളെ ചേർത്തിട്ടും ഒക്കെയാണ് ഇത് ഉണ്ടാക്കുക. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ അതൊക്കെ വയറ്റിലേക്ക് ചെന്ന് മാനസികമായിട്ടുള്ള ഒരു ദോഷങ്ങളും വിരോധങ്ങളും അല്ലെങ്കിൽ പ്രശ്നങ്ങളും താളം തെറ്റുന്ന ഒരു മനോരോഗിയായി തന്നെ മാറുന്ന തരത്തിലേക്ക് പിൻകാലത്ത് വന്നേക്കാവുന്ന ഒരു ഔഷധ കൂട്ടാണത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കൊടുക്കുക. നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ, ഭർത്താവാണ്, ഭാര്യയാണ്, സഹോദരങ്ങളാണ്, മക്കളാണ്, ഇവരൊക്കെ നമ്മളിലേക്ക് ആകർഷിച്ച് നിർത്തേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ആകർഷിക്കുകയും ചെയ്യും, പിന്നീട് അത് ദോഷമായിട്ട് വരികയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കത് ഇവരുടെ സാന്നിധ്യം, ആകർഷണവും സ്നേഹമൊക്കെ നമുക്ക് കിട്ടുകയും വേണം. എന്നാൽ ഭാവിയിൽ അവർക്കോ നമുക്ക് ഒരു ദോഷമായിട്ട് വരും ചെയ്യരുത് എന്നുള്ളത് കൊണ്ടാണ് ഈ ഔഷധ വശ്യ ആകർഷണ ഔഷധ മൂലികളായിട്ടുള്ള ഈ ചേരുവയും മന്ത്രവും പറഞ്ഞു തരുന്നത്. ഈ മന്ത്രങ്ങൾക്ക് പ്രത്യേകത ഉണ്ട്. കാരണം എല്ലാ ഔഷധ ചേരുവകളിലേക്കും ഈ മന്ത്രജപം നമുക്ക് പൂർണ്ണമായിട്ട് ഫലിച്ചോളണം എന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു പ്രയോഗം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അതിനെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് നമ്മൾ ആദ്യമായിട്ട് പറയുന്നത്. നമ്മൾ ആലിന്റെ വടക്കോട്ട് പോയ വേര്, അതാണ് നമുക്ക് വേണ്ടത്. അത് നമ്മൾ പറിച്ചെടുക്കുമ്പോൾ ഇരുമ്പ് ഉപയോഗിക്കാതെ വേണം അത് പറിച്ചെടുക്കാൻ. ആ വേര് വടക്ക് ഭാഗത്തേക്ക് പോയത് നമ്മൾ എങ്ങനെയെങ്കിലും എടുത്തിട്ട് കല്ലുകൊണ്ടോ മറ്റു മരക്കത്തിന്റെ കഷ്ണങ്ങളെ കൊണ്ടോ എന്തെങ്കിലും വെട്ടി നുറുക്കി അത് കയ്യിലാക്കണം. അതിനുശേഷം അത് നല്ലതുപോലെ പേസ്റ്റ് പോലെ അതിൽ നമ്മൾ ഭസ്മം കൂടി ചേർത്ത് പേസ്റ്റ് പോലെ അരച്ചിട്ടാണ് നമ്മൾ ഈ മന്ത്രം ജപിക്കേണ്ടത്. ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് വേണം, ഇത് നന്നായി പ്രാർത്ഥിച്ചിട്ട് വേണം ജപിക്കാൻ. ഒരു വ്യക്തിനെയാണ് ആകർഷിക്കാൻ വേണ്ടി ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും, അതിലേക്ക് നോക്കി നമ്മൾ ഈ മന്ത്രം ജപിച്ചിട്ട് ആ ഒരു വ്യക്തിയാണ് നമ്മൾ എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നോക്കി ആ വ്യക്തിയുടെ പേരും നാളും പറഞ്ഞുകൊണ്ട് അയാൾക്ക് മുഖം നമ്മളിലേക്ക് ആകർഷണമായി വരണമെന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഈ മന്ത്രം ജപിക്കേണ്ടത്. പക്ഷേ പൊതുവെ എല്ലാ ആളുകളും നമുക്ക് വശമായി വരാനാണ് ജപിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതിൽ നോക്കി ഈ മന്ത്രം ജപിച്ചതിന് ശേഷം നമ്മൾ ദിവസം രാവിലെ കുളി കഴിഞ്ഞ് ഇവിടെ കുറി തൊട്ടാൽ മതി. അതൊരു 1008 പ്രാവശ്യമെങ്കിലും നമ്മളിത് തൊട്ട് ജപിച്ചിരിക്കണം. അത് ദിവസം 108 തവണ വീതം പിന്നീട് ജപിക്കും കൂടിയാണെങ്കിൽ ഇതിന് പെട്ടെന്ന് തന്നെ ഫലം കിട്ടും. ഒരു വ്യക്തിയെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മന്ത്രം ജപിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണം, ഇത് നേരെ തൊട്ടിട്ട് ഈ ജപിച്ച സാധനം അവർക്ക് വെള്ളത്തിലോ ഭക്ഷണത്തിലൂടെ അവരുടെ വയറ്റിലേക്ക് കൊടുക്കും കൂടി വേണം. ഈ ആൽമരത്തിന്റെയും ഈ ഭസ്മം കൂടി ചേരുന്ന സമയത്ത് വശ്യമൂലിക ആകർഷണ പവറാണ് ഇതിലേക്ക് ഉണ്ടാവുക. അത് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഈ വ്യക്തികൾക്ക് അത് വയറ്റിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ യാതൊരു വക പ്രശ്നം ഉണ്ടാവില്ല. ഈ മന്ത്രം അതിൽ പിടിച്ചു നിൽക്കാനുള്ള പവർ അതിലുണ്ടാവുക കൂടി ചെയ്യും.
അതാണ് ഇതിൻ്റെ ഏറ്റവും ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ഗുണം. മറ്റേ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് മറ്റൊരു ആപത്തോ ഭവിഷ്യത്തോ ആയി വരും ചെയ്യില്ല. എന്നാൽ പിന്നെ ഇത് എന്നേക്കുമായിട്ട് നമുക്ക് ആകർഷണ പവറായിട്ട് അവിടെ കിട്ടുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ അതിന് വേണ്ടത് ആലിൻ്റെ വടക്കോട്ട് പോയ വേരും ഇരുമ്പ് ഉപയോഗിക്കാതെ വെട്ടിയെടുത്ത് അതിന് ശേഷം ഭസ്മം കൂടി അരച്ച് പേസ്റ്റ് ആക്കിയിട്ടാണ് ചെയ്യേണ്ടത്. ലോകവശ്യം സർവ്വജന ആകർഷണത്തിനാണെങ്കിൽ സ്വമേധയാ തന്നെ അത് കുറിയിട്ടാൽ മതി. ഒരു വ്യക്തിയെ ആകർഷിക്കാനാണെങ്കിൽ കുറി ഇടുന്നതിനോടൊപ്പം തന്നെ ആ വ്യക്തിക്ക് ഇത് ഭക്ഷണത്തിലൂടെ കൊടുക്കുകയും കൂടി വേണം എന്നുള്ളതാണ് എടുത്തു പറയുന്നത്. അപ്പോൾ മന്ത്രം ഇതാണ്. ഇത് ജപിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓം നമഃശിവായ എന്നും ഓം നമോ നാരായണായ നമ എന്നും നമ്മൾ ജപിച്ചിരിക്കണം. എന്നെങ്കിൽ മാത്രമാണ് നമുക്ക് ഇതിൻ്റെ പവർ നമുക്ക് പൂർണ്ണമായിട്ടും നമ്മളിലേക്ക് ആയി വരുള്ളൂ. അപ്പോൾ മന്ത്രം ഇതാണ്. ഓം ഐം പുരം ക്ഷോഭയ ഭഗവതി ഗംഭീരേ ക്ലിം സ്വാഹ. ഓം ഐം പുരം ക്ഷോഭയ ഭഗവതി ഗംഭീരേ ക്ലിം സ്വാഹ. ഓം ഐം പുരം ക്ഷോഭയ ഭഗവതി ഗംഭീരേ ക്ലിം സ്വാഹ. ഇത്ര മാത്രമേ അത് ജപിക്കാനുള്ളൂ. ഇത് വളരെ സിമ്പിളാണ്. 1000 തവണ നിഷ്പ്രയാസം ജപിക്കാൻ പറ്റും. ആ സാധനം നമ്മളൊരാൾ വിചാരിച്ച ആൾക്ക് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക, അല്ലെങ്കിൽ നമ്മൾ കൂടി തൊടാൻ നിൽക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ മന്ത്രം ദിവസം കൂടി ജപിക്കുമ്പോൾ നമുക്ക് അങ്ങേയറ്റം സർവ്വജന ആകർഷണ പവർ നമ്മളിലേക്ക് ഉണ്ടാവും എന്നുള്ളതിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഒരുപാട് പേരുടെ പ്രശ്നം തന്നെ ഈ ആകർഷണം, വിരോധങ്ങളും അതുപോലെ തന്നെ കലഹങ്ങളൊക്കെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ആകർഷണ മന്ത്രം ജപിക്കുകയും അതിന് വേണ്ട ആ രീതിയിലുള്ള പ്രതിവിധികൾ ചെയ്തു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് എഫക്റ്റീവ് ആവുന്നതാണ്. അപ്പോൾ ഓരോ മന്ത്രങ്ങൾക്കും ഓരോ തരത്തിലുള്ള വശ്യമൂലികകളാണ്. അപ്പോൾ അടുത്ത ഇതായിട്ടുള്ള ആകർഷണത്തിൻ്റെയും ശത്രുദോഷത്തിൻ്റെയും ദൃഷ്ടിബാധ, കരിങ്കണ്ണ്, കരിനാവ് മുതലായിട്ടുള്ള ദോഷപ്രതിവിധികളുടെ വീഡിയോകളാണ് നമ്മൾ ഇനി ഇടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ.